ഇന്നലെ രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ മാനു കൊല്ലപ്പെട്ട ഈ കാപ്പാട് വയൽ എന്ന് പറയുന്നത് കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. ഒരു തോടിനപ്പുറത്ത് തമിഴ്നാടിന്റെ വനമേഖലയാണ്. തമിഴ്നാട്ടിൽ പണിക്ക് പോയ മാനു തിരികെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ശേഷം വയലിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. ആന മാനുവിനെ എടുത്തെറിഞ്ഞു. രാവിലെ വയലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെത്താതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാരും ജനപ്രതിനിധികളും. അവർക്ക് പ്രത്യേകിച്ച് നഷ്ടപരിഹാരം എന്നുള്ളത് എപ്പോഴും ഏതൊരവസ്ഥയിലാണെങ്കിലും ആ പറയുന്ന സമയത്ത് ഒരു 5,000 10,000 കൊടുത്തുകൊണ്ട് ഒഴിവാകുന്നൊരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം, അതുപോലെ തന്നെ ഇവിടെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യമായിട്ടുള്ളത്. വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയ എത്താൻ വൈകിയതും പ്രതിഷേധത്തിനിടയാക്കി. ഈ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഇവിടെ ബാക്കിയുള്ള മെമ്പർ ജനപ്രതിനിധികളും ഈ നാട്ടുകാർ മുഴുവൻ നിൽക്കുന്നത്. നിങ്ങൾ ഒരാളെ നിങ്ങൾക്ക് കുപ്പാടുന്നല്ലേ വരേണ്ടത്? നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നല്ലോ. ഒരു മര്യാദ വേണ്ടത് നിങ്ങൾക്ക്. ഞങ്ങൾ എത്ര സമയം നിങ്ങൾ ഇപ്പോൾ ACF പറഞ്ഞു, ACF വന്നിട്ട് എന്താ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്? നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചത്. പോസ്റ്റ്മോർട്ടം ശേഷം 5 ലക്ഷം കൊടുക്കാം. ഇപ്പോൾ തന്നെ ബാക്കി 5 ലക്ഷം ലീഗൽ ഹേഷ്യ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ കൊടുക്കാം. ഇപ്പോൾ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അത് പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ബത്തേരി താലൂക്ക് ആശുപത്രിയിലും ഇതിനുശേഷം വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലും UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മാനുവിന്റെ മൃതദേഹം വൈകിട്ടോടെ പാട്ടവയൽ വെള്ളരിയുന്നതിയിൽ സംസ്കരിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.